യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിവസം ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുവചനം. എന്നാൽ പടയാളികളിലൊരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. താൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തന്നെ സ്വയം മനുഷ്യനായി ഭൂമിയിൽ പിറക്കുകയും ആ മനുഷ്യമക്കളുടെ രക്ഷയ്ക്കായി, എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കായി സ്വയം കുരിശുമെടുത്ത് ആ കുരിശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞുകൊണ്ട് ദൈവമക്കളെ രക്ഷിച്ച ഒരേ ഒരു ദൈവം ഈ ഭൂമിയിൽ ഇന്നുവരെ ഒരു നേതാവും ഒരു രാജാവും ഒരു രാഷ്ട്രത്തലവനോ ഏതെങ്കിലും ദൈവങ്ങളോ ചെയ്യാത്ത ഏറ്റവും വലിയ കാര്യം, സ്വന്തം ജീവൻ അവസാനത്തെ രക്തവും വെള്ളവും ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി നൽകിക്കൊണ്ട്, സ്നേഹത്തിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാനും അവരുടെ ദൈവവും കർത്താവും രക്ഷകനുമായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാനാണെന്നും സ്വയം മനസ്സിലാക്കി തന്നുകൊണ്ട് ഈശോ ഈ ഭൂമിയിൽ നിന്നും നമ്മളിൽ നിന്നും വിടവാങ്ങി ഇന്നലെ രാത്രി. ഒരു സാധാരണ മനുഷ്യനെ പോലെ കച്ചയിൽ പൊതിഞ്ഞ് ഒരു കല്ലറയിൽ അടക്കപ്പെട്ടു. ആ ദൈവത്തെ നമ്മൾ ഓരോ നിമിഷവും തള്ളിപ്പറയുമ്പോൾ ആ പടയാളി ചെയ്തതുപോലെ നമ്മളും അവൻ്റെ നെഞ്ചിൽ ഒരു കുന്തം തളച്ചു കയറ്റുക. പരാതികളൊന്നുമില്ല. എനിക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി എന്തും സഹിക്കുവാൻ അവിടുന്ന് ഒരുക്കമാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു നേതാവ്, ഒരിടയൻ, ഒരു രാജാവ്, ഒരു ദൈവം ഈ ഭൂമിയിൽ എവിടെയുണ്ട്? നമ്മുടെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തു അല്ലാതെ വരാനിരിക്കുന്നതോ വന്നതോ ആയ ഒരു ദൈവവും ഒരു രാജാവും ഇങ്ങനെ സ്വന്തം പ്രജകളെ സ്നേഹിച്ചിട്ടില്ല.
സ്നേഹിക്കുകയുമില്ല. ആ യേശുവിനെ നമ്മൾക്ക് നമ്മുടെ അടുത്തേക്ക് ചേർത്ത് നിർത്താം. ആ യേശുവിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്. നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ അതിരുകളെ നീ വിസ്തൃതമാക്കുകയും ചെയ്യുന്നതിന് ഞാൻ നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വിനയാന്വിതനായി നമുക്ക് യേശുവിനെ പിന്തുടരാം. ഒരു ദുഃഖത്തിന്, ഒരു സഹനത്തിന്, ഒരു സന്തോഷത്തിൻ്റെ ദിവസമുണ്ടാകും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. കല്ലറയിൽ അടക്കപ്പെട്ട യേശുവിൻ്റെ ഉത്ഥാനത്തിനായി നമ്മൾ കാതോർത്തിരിക്കുന്ന നിമിഷങ്ങൾ. ആഹ്ലാദത്തിമിർപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ദൈവത്തെ കരയിക്കുന്ന, ആ ദൈവത്തിന് വേദനയുണ്ടാകുന്ന, ആ ദൈവത്തിൻ്റെ പാർശ്വം കുത്തിമുറിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ തന്നെ സ്വയം ശ്രദ്ധിക്കേണ്ട സമയം. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി മാറട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു നേരിട്ട് ഇറങ്ങി വന്ന് ഇന്ന് ലോകത്തിൽ ആയിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റേതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.